പിന്നെ ആസ് പെർ റിപ്പോർട്ട്സ് ഫെബ്രുവരി 5 ലീഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്ന റിപ്പോർട്ട്സ് ആണ് വരുന്നത്. 2 or 3 വെന്യൂസിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. സെൻട്രലൈസ്ഡ് വെന്യൂസ് വെച്ച് 2 കോൺഫറൻസുകളൊക്കെ ആയിട്ട് എന്ന നിലയിലാണ് നിലവിൽ വാർത്തകൾ വരുന്നത്. അവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. കൊൽക്കത്ത, ഗോവ എന്ന് പറയുന്നൊരു പേരാണ് കേൾക്കുന്നത്. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് കേരളം പരിഗണിച്ചുകൂടാ? കേരളം പരിഗണിക്കണമെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റും മറ്റ് അതോറിറ്റീസും ഒക്കെ നല്ല രീതിയിലുള്ളൊരു ഹെൽപ്പ് ചെയ്യണം. അല്ലാണ്ട് ഞങ്ങൾക്ക് ക്യാഷ് വാരാം എന്ന് പറയുന്ന നിലയിൽ നിൽക്കരുത്. ഇവിടെ ഇപ്പം കായിക മന്ത്രി അടക്കമുള്ളവർക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ല മാച്ചസ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിൽ നിലവിൽ SLK കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ നടക്കുന്നൊരു സമയത്ത് കൊച്ചിയിൽ എന്താണെങ്കിലും ആളുണ്ടാകും. അതല്ല മലബാർ സൈഡിലൊക്കെ വെച്ചാണെങ്കിൽ ഏത് മത്സരം കാണാനും ആളുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മലപ്പുറത്തോ കോഴിക്കോടോ അല്ലെങ്കിൽ കണ്ണൂരോ ഒക്കെ വെച്ച് നടത്തുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ SLK ഒക്കെ വന്നതുകൊണ്ട് തന്നെ ട്രെയിനിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ എങ്ങനെ അത് കണ്ടക്ട് ചെയ്യണമെന്ന് പറയുന്ന കാര്യം, അതുപോലെ സ്റ്റേഡിയം അവൈലബിൾ ആണ്. ഇതൊക്കെ നിലവിലത്തെ സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്താനാണ് കേരളത്തിലെ സ്പോർട്സ് മിനിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നതാണ്. ആ കാര്യത്തിൽ വലിയ രാജ്യങ്ങളെ, വലിയ താരങ്ങളെ കൊണ്ടുവരേണ്ട പണിയൊന്നും ഇവിടെ ചെയ്യേണ്ടതില്ല. ഇവിടെ മത്സരം കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും കൊച്ചി സ്റ്റേഡിയം ഒക്കെ റെനോവേറ്റ് ചെയ്ത് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ മത്സരങ്ങൾ വരിക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.